നമുക്ക് പ്രാർത്ഥിച്ച് ഈ പരസ്യ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. ഇതൊരു ആത്മിക മീറ്റിംഗ് ആയതുകൊണ്ട് പരസ്യ സ്ഥലത്ത് നിന്ന് ഈ പ്രോഗ്രാം നടക്കുന്നു. എങ്കിലും ഒരു ആത്മിക മീറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ആരംഭിക്കാം. പരിശുദ്ധ പിതാവേ, കരുണയുള്ള പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ മക്കളാകുന്ന കർത്താവേ, ഈ പ്രദേശത്ത് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ മുഖാന്തരങ്ങൾക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാക്ഷികളായിട്ട് തീരുവാൻ തക്കോണം കർത്താവ് അടിങ്ങളെ ബലപ്പെടുത്തുമാറാണമേ, സഹായിക്കണമേ കർത്താവേ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഭവനങ്ങളിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവ് സഹായിക്കണമേ. ഈ പ്രദേശത്തോട് മനസ്സലിയുമാറാണമേ കർത്താവേ. ഈ പ്രദേശത്തെ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ശ്രമിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. എല്ലാ ഭവനങ്ങൾക്ക് തരാൻ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. കൊടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അവിടുന്ന് കാവലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണം. കർത്താവിൻ്റെ സാന്നിധ്യത്തിന് മറവിലായിരിക്കാൻ കർത്താവ് സഹായിക്കണം. എല്ലാ സംവിധാനങ്ങളെയും കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിലെല്ലാം നടക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ശുശ്രൂഷകളെല്ലാം കർത്താവ് മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണം. എല്ലാ കാര്യം കർത്താവിൽ അർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ വളരെ താഴ്മയായി വീക്ഷിക്കുന്ന കൃപയോട് കേട്ട് ഉത്തരമരണം സ്വർഗീയ പിതാവേ. തുടർന്ന് ചില ആത്മീക ഗാനങ്ങൾ നമുക്ക് ശ്രവിക്കാം. പ്രിയ സഹോദരന്മാർ നിങ്ങൾക്ക് വേണ്ടി ഈ ഗാനങ്ങൾ ആലപിക്കും. ദൈവമാരെന്ന് അറിയൂ, ആരാധന എന്ത്, നിങ്ങൾ ലക്ഷ്യമെന്തെന്ന് അറിയാതെങ്ങോ പോകുന്നു. ദൈവമാരെന്ന് അറിയൂ, ആരാധന എന്ത്, നിങ്ങൾ ലക്ഷ്യമെന്തെന്ന് അറിയാതെങ്ങോ പോകുന്നു. മനുഷ്യ നീവിടെ ഇന്നും മതങ്ങൾ തേടുന്നു, നൈമിഷവേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ. ദേഹത്തിൻ സൗന്ദര്യമോ നഷ്ടപ്പെടും മറുനിമിഷം, ദേഹി അതിൻ മോഹമതോ പൊട്ടിപ്പോകും കുമിളകൾ പോൽ. ദേഹത്തിൻ സൗന്ദര്യമോ നഷ്ടപ്പെടും മറുനിമിഷം, ദേഹി അതിൻ മോഹമതോ പൊട്ടിപ്പോകും കുമിളകൾ പോൽ. കള്ളപ്പണം വെള്ളയതാക്കിയ ഉള്ളം കയ്യിൽ മലിനതയുണ്ട്, കള്ളപ്പണം വെള്ളയതാക്കിയ ഉള്ളം കയ്യിൽ മലിനതയുണ്ട്. എന്തെല്ലാം നേടിയെന്നാലും ആറടി മണ്ണും സ്വന്തം, എന്തെല്ലാം നേടിയെന്നാലും ആറടി മണ്ണും സ്വന്തം. എന്തിനും തുനിഞ്ഞവർ സ്വന്തം നാശം വരുത്താൻ അന്ധചിന്തയൊന്നുമില്ലാതൊടുന്നിവിടെ. എന്തിനും തുനിഞ്ഞവർ സ്വന്തം നാശം വരുത്താൻ അന്ധചിന്തയൊന്നുമില്ലാതൊടുന്നിവിടെ. അന്ത്യമെന്തെന്നറിയാറുണ്ട് നീടുമോ എന്തിനും നിത്യതയിൽ ബന്ധുക പോയി. അന്ത്യമെന്തെന്നറിയാറുണ്ട് നീടുമോ എന്തിനും നിത്യതയിൽ ബന്ധക പോയി. മനുഷ്യ നീവിടെ ഇന്നും മതങ്ങൾ തേടുന്നു, നൈമിഷവേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ. മനുഷ്യ നീവിടെ ഇന്നും മതങ്ങൾ തേടുന്നു, നൈമിഷവേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ. ശാസ്ത്രത്തിൻ്റെ പുരോഗതി, ഇന്റർനെറ്റിൻ ക്ലബുകളോ കമ്പ്യൂട്ടറും ടെലിവിഷനും പാപത്തിൻ്റെ കലവറയോ. ശാസ്ത്രത്തിൻ്റെ പുരോഗതി, ഇന്റർനെറ്റിൻ ക്ലബുകളോ
കമ്പ്യൂട്ടറും ടെലിവിഷനും പാപത്തിൻ്റെ കലവറയോ. നിയമങ്ങൾ പ്രഹസനമായി തെരുവീതി ചോരപ്പുഴയാ. നിയമങ്ങൾ പ്രഹസനമായി തെരുവീതി ചോരപ്പുഴയാ. പെറ്റമ്മ തന്നുദരം പോലും ടെസ്റ്റ് ട്യൂബിനും വഴിമാറിപ്പോയി. പെറ്റമ്മ തന്നുദരം പോലും ടെസ്റ്റ് ട്യൂബിനും വഴിമാറിപ്പോയി. എന്തിനും തുണിഞ്ഞവൻ സ്വന്തനാശം വരുത്താൻ അന്ധചിന്തയൊന്നുമില്ല തൊടുന്നിവിടെ. എന്തിനും തുനിഞ്ഞവൻ സ്വന്തനാശം വരുത്താൻ അന്ധചിന്തയൊന്നുമില്ല തൊടുന്നിവിടെ. അന്ത്യമെന്നറിയാനൊന്ന് നീടുമോ പിന്നിടും നിത്യതയും ബന്ധുകപ്പൊയ്യേ. അന്ത്യമെന്നറിയാനൊന്ന് നീടുമോ പിന്നിടും നിത്യതയും ബന്ധുകപ്പൊയ്യേ. മനുഷ്യ നീ ഇവിടെ ഇന്നും മതങ്ങൾ തേടുന്നു. നൈമിഷവേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ. മനുഷ്യ നീ ഇവിടെ ഇന്നും മതങ്ങൾ തേടുന്നു. നൈമിഷവേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ. ദൈവമാരെന്ന് അറിയും ആരാധന എന്ത്, നിങ്ങൾ ലക്ഷ്യമെന്തെന്ന് അറിയാതെങ്ങോ പോകുന്നു. ദൈവമാരെന്ന് അറിയൂ ആരാധന എന്ത്, നിങ്ങൾ ലക്ഷ്യമെന്തെന്ന് അറിയാതെങ്ങോ പോകുന്നു. മനുഷ്യ നീ ഇവിടെ ഇന്നും മതങ്ങൾ തേടുന്നു. നൈമിഷവേഷങ്ങൾ അവിടെ അണിയറ ശില്പങ്ങൾ.
പകർന്നിടും ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ഇന്ന് ഞങ്ങളിവിടെ നിങ്ങളോടൊപ്പമായിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള രക്ഷാപദ്ധതിയെക്കുറിച്ച് നിങ്ങളോട് അല്പസമയം സംസാരിക്കുവാനാണ്. ലോകത്തിൽ പലവിധത്തിലുള്ള രക്ഷാപദ്ധതികളെ നമുക്ക് കാണുവാൻ കഴിയും. ഏതെങ്കിലും ആപത്തിലോ അപകടങ്ങളിലോ അനർത്ഥങ്ങളിലോ ഒക്കെ നാം പെട്ടുപോകുമ്പോൾ ഏതെങ്കിലും വ്യക്തി ജീവിതങ്ങളിൽ നമ്മെ അവിടെ നിന്ന് രക്ഷിച്ചാൽ നാം പറയാറുണ്ട്, ഇന്ന വ്യക്തി ഇന്ന അപകടത്തിൽ നിന്നും എന്നെ രക്ഷിച്ചുവെന്ന്. വയനാട് ദുരന്തം പോലെയുള്ള അവസ്ഥകളിൽ നമ്മൾ അനേകവിധമാകുന്ന രക്ഷാപ്രവർത്തനങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അവരിപ്പോഴായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവരനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നോ ഒറ്റപ്പെടലുകളിൽ നിന്നോ അവരെ മാറ്റി നിർത്തുവാൻ ലോകത്തിലെ ഒരു വ്യക്തിക്കോ സഹോദരവർഗങ്ങൾക്കോ ഗവൺമെൻറ്റിനോ ഒന്നും കഴിയുകയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുവാൻ പോകുന്ന രക്ഷയുടെ പ്രാധാന്യം. രക്ഷ എന്നാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ഞാൻ ഇന്നിവിടെ നിങ്ങളോട് പറയുവാൻ പോകുന്നത് പാപത്തിൽ നിന്നുമുള്ള രക്ഷയെക്കുറിച്ചാണ്. പാപമെന്നാൽ എന്താണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു. പാപമെന്നാൽ അധർമ്മമാണ്. സകല അനീതിയും പാപമാണ്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നു. പാപം എവിടെ എങ്ങനെ ഉണ്ടായി, മനുഷ്യരിൽ എങ്ങനെ പാപം കടന്നുവെന്നു എന്നും വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പക്ഷിമൃഗാദികളും പറവജാതികളും സമുദ്രവും പച്ചസസ്യവും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും ഒക്കെ മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. എല്ലാറ്റെയും ദൈവം നോക്കിയിട്ട് നല്ലതെന്ന് കണ്ടു. എന്നാൽ ആറാം ദിവസം ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അവർക്ക് പാർക്കുവാൻ ഏദൻ എന്ന മനോഹരമായൊരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൽ അവരെ ആക്കി. അവിടെ അവർക്ക് ഭക്ഷിപ്പാൻ ഫലഭൂയിഷ്ഠമായ വൃക്ഷങ്ങളുണ്ടായിരുന്നു. യഹോവയായ ദൈവം അവരോട് പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം അത് നിങ്ങൾ തിന്നരുത്. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പാമ്പ് ഹവ്വായെ, അതായത് സ്ത്രീയെ, ഉപായത്താൽ വശീകരിച്ച് അവൾ ആ ഫലം പറിച്ചു തിന്നുകയും തൻ്റെ ഭർത്താവായ ആദമിന് കൊടുക്കുകയും ചെയ്തു. അവരിരുവരും ആ ഫലം തിന്നു ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അവരിലുണ്ടായിരുന്ന ദൈവ തേജസ് നഷ്ടപ്പെട്ടു. അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആദമിനോട് ദൈവം പറഞ്ഞു, നീ സ്ത്രീയുടെ വാക്കനുസരിച്ച് എൻ്റെ വാക്ക് നിഷേധിച്ച് ആ ഫലം പറിച്ചു തിന്നത് നിമിത്തം നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. മുള്ളും പറക്കാരിയും നിനക്ക് ഈ ഭൂമിയിൽ നിന്ന് മുളയ്ക്കും. നീ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കും. സ്ത്രീയോട് പറഞ്ഞു, നീ വേദനയോടെ മക്കളെ പ്രസവിക്കുമെന്ന്. പാമ്പിനോട് പറഞ്ഞു, നീ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെ നീ ഉരസുകൊണ്ട് ഗമിച്ച് ഭൂമിയിലെ പൊടി തിന്നുമെന്ന്. ഇങ്ങനെ ശാപവും പാപവും ഒക്കെ നിറഞ്ഞ ഭൂമി. അതിനെ നോക്കി ദൈവം അടുത്തൊരു രക്ഷണ്യ പദ്ധതിയിലേക്ക് കടന്നു. പിതാവായ ദൈവം മനുഷ്യവർഗത്തോടുള്ള സ്നേഹം നിമിത്തം ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നു, കാൺമീ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നുവെന്ന്. അതിന് ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെയാണ്. മറിയ എന്ന സ്ത്രീയിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ പുത്രനായി യേശു ജനിച്ചു. യേശു തൻ്റെ ജനനത്തിലും ജീവിതത്തിലും നിസ്തുല്യനും പാപരഹിതനുമായിരുന്നു.
ലോകത്തിൽ യേശു മനുഷ്യവേഷത്തിൽ ജീവിക്കുമ്പോൾ, മനുഷ്യനായി ജീവിക്കുമ്പോൾ മറ്റു മനുഷ്യരോട് സഹാനുഭൂതിയും കരുണയുമുള്ളവനായിരുന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, സകലവിധ വ്യാധിയും ദീനവും യേശു സൗഖ്യമാക്കിയെന്ന്. മാത്രമല്ല, യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, യേശു ചെയ്ത നന്മ പ്രവർത്തികളെ കുറിച്ച് പറഞ്ഞാൽ, അത് എഴുതിയാൽ ഈ ലോകത്തിൽ തന്നെയും ആ പുസ്തകങ്ങൾ ഒതുങ്ങുകയില്ലെന്ന്. അത്രമാത്രം ദൈവിക നന്മകൾ യേശുവിൽ കൂടി ലോക മനുഷ്യർക്ക് ലഭിച്ചു. എന്നാൽ പിതാവായ ദൈവത്തിൻ്റെ മുൻനിർണയപ്രകാരം യേശുവിനെ തകർത്തു കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി. എന്നാൽ യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മളുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരിനാൽ നമ്മൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളുടെ മക്കളെ ആരെങ്കിലും ഒന്ന് അടിച്ചാൽ, ഒന്ന് വഴക്ക് പറഞ്ഞാൽ നമുക്ക് എത്രമാത്രം വിഷമമുണ്ടാകും. നമുക്കത് അംഗീകരിക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയുമോ? എന്നാൽ നമ്മളോടുള്ള, മനുഷ്യവർഗത്തോടുള്ള സ്നേഹം നിമിത്തം പിതാവായ ദൈവം തൻ്റെ പുത്രനെ ദുഷ്ടന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. യഹൂദ പടയാളികൾ അവനെ ക്രൂരമായി ഉപദ്രവിച്ചു, അവനെ അടിച്ചു, അവനെ നിന്ദിച്ചു, പഴിച്ചു, ദുഷിച്ചു. അവൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. യേശുവിൻ്റെ ശിഷ്യനായ യൂദായാണ് അവനെ ഒറ്റിക്കൊടുത്തത്. പത്രോസ് അവനെ തള്ളിപ്പറഞ്ഞു, അവൻ്റെ വിലാപ്പുറം കുത്തി തുറന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരിക്കലും ആരും അനുഭവിച്ചിട്ടില്ലാത്തത്ര പീഡ യേശു കർത്താവ് അനുഭവിച്ചു. എന്തിനു വേണ്ടി എന്നറിയാമോ? മനുഷ്യരായ നമ്മളുടെ ഉദ്ധാരണത്തിനു വേണ്ടി, നമ്മളുടെ വിടുതലിനു വേണ്ടി, നമ്മളെ ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, യേശു ദൈവത്തിൻ്റെ പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പ്രാപിച്ചു തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന്. ആരംഭത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ പുത്രനായ ആദാം ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചുവെന്ന്. എന്നാൽ ഇവിടെ ഇതാ, ദൈവത്തിൻ്റെ പുത്രനായ യേശു ദൈവത്തോട് അനുസരണമുള്ളവനായി തീർന്നു. അനുസരണമുള്ളവനായ യേശുവിനെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന്. ബഹുമാന്യ ദേശനിവാസികളെ, ഞങ്ങൾ പറയുന്നത് മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു രക്ഷണ്യ പദ്ധതിയെക്കുറിച്ചല്ല. പിന്നെയോ, പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ അനുസരണം പ്രാപിച്ച പുത്രനായ യേശുവിനെ പിതാവായ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല നാമത്തിനും മേലായ നാമവും സകല അധികാരവും യേശുവിന് പിതാവായ ദൈവം കൊടുത്തു. തുടർന്ന് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടി ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ദൈവത്തിൻ്റെ മക്കളായി തീരുന്നവർക്ക് മാത്രമേ ഈ പദവിയിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ. ബഹുമാന്യ സ്നേഹിതരെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഞാൻ ഈ രക്ഷണ്യ പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. ഏത് പാപവും, എത്ര കഠിനമായ പാപത്തെയും പരിഹരിക്കാൻ യേശു കർത്താവിൽ കൂടെയുള്ള യേശുവിൻ്റെ രക്തത്തിൽ കൂടെ സാധ്യമായി തീരും. അങ്ങനെ കർത്താവിൻ്റെ വരവിൽ കർത്താവിനോടൊപ്പം യുഗായുഗം ദൈവത്തോടൊപ്പം വാഴുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് തന്നെ സ്നേഹിക്കുന്ന, തന്നിൽ പ്രത്യാശ വയ്ക്കുന്ന രക്ഷിതാവും കർത്താവുമായി അവനെ സ്വീകരിച്ച തൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുപോകും. ഈ രക്ഷണ്യ പദ്ധതിയിലേക്ക്, ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക്
എല്ലാ ബഹുമാന്യ ദേശനിവാസികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവനാമത്തിൽ ഇരിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം നൽകുകയില്ല സന്തോഷം സമാധാനം, ഈ ലോകം നൽകുകയില്ല സന്തോഷം സമാധാനം. ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ. ഈ ലോകം നൽകുകയില്ല സന്തോഷം സമാധാനം, ഈ ലോകം നൽകുകയില്ല സന്തോഷം സമാധാനം. സന്തോഷം സമാധാനം, ഈ ലോകം നൽകുകയില്ല സന്തോഷം സമാധാനം. ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരേ, ലക്ഷ്യമെന്തെന്നറിയാതെ ഉഴലും സോദരരേ, യൗവനകാലത്ത് സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക, യൗവനകാലത്ത് സൃഷ്ടാവിനെ നീ ഓർത്തുകൊള്ളുക. ഈ ലോകം നൽകുകയില്ല സന്തോഷം സമാധാനം, ഈ ലോകം നൽകുകയില്ല സന്തോഷം സമാധാനം. ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ, ഈ കാണുന്നതെല്ലാം മായ. ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ജീവിച്ചു വന്ന ഒരു നാൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ആ മഹാവിപത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ രക്ഷയാണ് ഈ ദേശത്ത് നിങ്ങളോട് ഞങ്ങൾ സംഭാഷിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന പലരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും പല നിലകളിൽ ജോലിയിലും ബിസിനസ്സിലും ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ സഹോദരൻ പ്രിയ സെബാസ്റ്റ്യൻ, അദ്ദേഹത്തോട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വരുവാനിടയായത്. ഞങ്ങളുടെ പ്രിയമുള്ളവരെ, അത്യന്തം ഗൗരവമായ ഒരു സന്ദേശമാണ് ഞങ്ങൾക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്. മഹത്തായ ഗൗരവമായ ഈ മുന്നറിയിപ്പ് ഒരു നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. 1921 ഏപ്രിൽ മാസം 14 ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ ഡോക്കിൽ നിന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ട ടൈറ്റാനിക് എന്നൊരു ആഡംബര കപ്പലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം.
ഏകദേശം 2000-ൽ പരം ആളുകളുമായി അന്നത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാർ, കോടീശ്വരന്മാർ, അവരുമായി പുറപ്പെട്ടതായ ടൈറ്റാനിക് എന്ന ഈ ആഡംബര കപ്പലിന്റെ കന്നിയാത്ര അതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു യാനപാത്രമായിരുന്നു അത്. നാവിക ചരിത്രത്തിന്റെ നാഴികക്കല്ലെന്ന് വിശേഷിപ്പിക്കത്തക്ക ആധുനിക സാങ്കേതിക വിദ്യകളാൽ വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്ത ടൈറ്റാനിക്, അതിന്റെ വലിപ്പവും വിസ്തൃതിയും ഒക്കെ അല്പം വിശദീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതിന്റെ ഉയരമെന്ന് പറയുന്നത് ഏകദേശം 11 നില കെട്ടിടത്തിന് സമമാണ്. അത്രയ്ക്ക് ഉയരമായിരുന്നു ആ കപ്പലിന്. 45,340 ടൺ കേബ് ഭാരം അതിനുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. 55,000 കുതിരശക്തി എഞ്ചിൻ, അതിന്റെ പവർ അത്ര വലുതായിരുന്നു. ദിനംതോറും 6,000-ൽ പരം ആളുകൾക്ക് വളരെ സുഖകരമായ നിലയിൽ ആഹാരം പാചകം ചെയ്ത് ഭക്ഷിക്കത്തക്ക നിലയിൽ മനോഹരമായ ആഡംബരപൂർണമായ പാചകശാല അതിന്റെ പ്രത്യേകതയായിരുന്നു. 159 ചൂളകളിൽ 350 ടൺ കൽക്കരി പ്രതിദിനം ആവശ്യമായിരുന്നു. എന്തിനേറെ, ജലപ്രതിരോധ ശേഷിയുള്ള 16 കമ്പാർട്ട്മെന്റുകളിലായിട്ടാണ് ഈ ടൈറ്റാനിക്കിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിരുന്നത്. ഓളപ്പരപ്പിലൂടെ ഒഴുകി നീങ്ങുന്ന ഈ ആഡംബര കൊട്ടാരം കണ്ട് അത് മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സാക്ഷാൽ ദൈവം പോലും തീരുമാനിച്ചാൽ ടൈറ്റാനിക്കിനെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല എന്നാണ്. മനുഷ്യന്റെ അതിരുകടന്ന അവകാശവാദം തകരുവാൻ അധികം നാൾ വേണ്ടി വന്നില്ല. പിന്നീട് സംഭവിച്ച വിഷയം നമുക്കറിയാം. ഈ ഉല്ലാസയാത്രയുടെ 4-ാം ദിനം രാത്രി 9:30, സമയം 9:30, എല്ലാവരും രാത്രി ഭക്ഷണം കഴിച്ച് തങ്ങളുടെ ശയ്യകളിലേക്ക് പ്രവേശിക്കുമ്പോൾ പെട്ടെന്ന് എഞ്ചിൻ റൂമിൽ ഒരു അപായ മുന്നറിയിപ്പ് റിസീവർ എടുത്തപ്പോൾ മറുഭാഗത്ത് കേട്ട സന്ദേശം മറ്റൊന്നുമായിരുന്നില്ല. ടൈറ്റാനിക്കിന്റെ മുൻപിൽ പടുകൂറ്റൻ മഞ്ഞുമലകൾ ഒഴുകി നടക്കുന്നുണ്ട്, ദിശ മാറ്റിവിടുക. ഇതായിരുന്നു സന്ദേശം. പക്ഷെ ക്യാപ്റ്റൻ ആകട്ടെ ഈ സന്ദേശം ശ്രദ്ധിച്ചില്ല. കപ്പിത്താൻ വേഗത കൂട്ടുവാനാണ് കൽപ്പന കൊടുത്തത്. കാരണം ടൈറ്റാനിക് ഇതിനാലൊന്നും തകരാൻ സാധ്യതയില്ല, അതായിരുന്നു അവരുടെ അവകാശവാദം. എന്നാൽ സംഭവിച്ചത്, ഇതിനെക്കുറിച്ച് യാതൊരു മൈൻഡ് ചെയ്തായ മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് മുന്നേറിയ യാത്ര രാത്രി 11:45 ഏതിലോ തട്ടി ഒരു കപ്പലിന്റെ കുലുക്കം സംഭവിച്ചതായി ആളുകൾക്ക് ബോധ്യമായി. സംഭവിച്ച മറ്റൊന്നുമായിരുന്നില്ല, പടുകൂറ്റൻ മഞ്ഞുമലയിൽ കപ്പൽ ചെന്ന് ഇടിച്ച് അതിന്റെ പാർശ്വഭാഗം ഇളകിത്തെറിച്ചു. പിന്നീട് ലോകം കണ്ടത് നാവിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. ഏകദേശം 1500-ൽ പരം മനുഷ്യാത്മാക്കളും കോടാനുകോടി സ്വത്തുക്കളുമായ അതിന്റെ നിക്ഷേപങ്ങളുമായി അറ്റ്ലാന്റിക്കിന്റെ പെരുമാറിലേക്ക് ആഴ്ന്നിറങ്ങിയ ടൈറ്റാനിക് എന്ന ആ മഹാദുരന്തം. എന്താണ് ഞങ്ങൾ ഈ സന്ദേശം ഈ ദേശത്തോട് വിളിച്ചറിയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരു വലിയ മുന്നറിയിപ്പാണ്. പ്രിയ സ്നേഹിതരെ, ശ്രദ്ധിക്കണം. ഇതൊരു ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമോ ഒരു മതപരിവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുന്ന മതപരിവർത്തന സന്ദേശമോ അല്ല. സകല മനുഷ്യനും ശ്രദ്ധിക്കേണ്ട ഈ കാലത്തെ അത്യന്തം ഗൗരവമായ ഒരു മുന്നറിയിപ്പാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. എന്താണ് ഈ മുന്നറിയിപ്പ് എന്നല്ലേ? ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പ് എന്താണ്? ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പലർക്കും പലതാണ് പറയുവാൻ കഴിയുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂ ജനറേഷൻ ബോയ് പ്രായമുള്ളൊരു മനുഷ്യനോട് ചോദിച്ചു, കഞ്ചാവ് ഒരു സസ്യമല്ലേ? കഞ്ചാവ് ചെടി എന്ന് പറയുന്ന ഒരു സസ്യമല്ലേ? പിന്നെ എന്തിനാണത് നട്ടു വളർത്തുന്നതിനോ അത് ഉപയോഗിക്കുന്നതിനോ ഇത്രയേറെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ബുദ്ധിമാനായ ആ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: കുഞ്ഞെ, ചുരുതലം ഒരു സസ്യമാണ്. 10 മില്ലിഗ്രാം ചുരുതലം പൊടിച്ച് നീ ദിവസവും കഴിക്കുമോ? അല്ലെങ്കിൽ അത് പൊടിച്ച് നിന്റെ ദേഹത്ത് വാരി പൂശുമോ? ഇല്ലല്ലോ, അതും സസ്യമല്ലേ. ഏതുപയോഗിക്കണം, ഏതുപയോഗിക്കരുത്, ഏത് തരംതിരിച്ച് മനസ്സിലാക്കുവാനുള്ള വകതിരിവ് മനുഷ്യനുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഏതാണ്? പലർക്കും പലതാണ് പറയുവാൻ കഴിയുന്നത്. ജനസംഖ്യ വർധനവ് ഒരു ഭീഷണിയാണ്, ഭീകരവാദം ഒരു ഭീഷണിയാണ്, എന്തിനേറെ സാമ്പത്തിക മാന്ദ്യം ഒരു ഭീഷണിയാണ്, മാരക രോഗങ്ങളുടെ പ്രവേശനം ഒരു ഭീഷണിയാണ്.
യുദ്ധഭീതി അതൊരു വലിയ ഭീഷണിയാണ്. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പറയുവാനുണ്ട്. ഇതെല്ലാം സത്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. ഈ ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ്. ആരും അത് വിസ്മരിക്കരുത്. ലഹരി മരുന്നുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് ആർക്കും വിസ്മരിക്കുവാൻ കഴിയാത്ത, ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു ഭീതിയാണത്, ഒരു ഭീഷണിയാണ്. എന്ന് ലോകത്തിൽ ഏറ്റവും വലിയ വിപണി നടക്കുന്നത് 2 മേഖലകളിലാണ്. ഒന്നാമത്തെന്ന് പറയുന്നത് പെട്രോൾ ഉൽപ്പന്നങ്ങളാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് യുദ്ധായുധങ്ങളുടെ വ്യാപാരമാണ്. മൂന്നാമത്തെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് മയക്കുമരുന്നുകളുടെ വ്യാപാരമാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഏതാനും നാളുകളുടെ കഴിഞ്ഞാൽ ഈ പോക്ക് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മറ്റ് 2 വിഷയങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് 1-ാം സ്ഥാനത്ത് മയക്കുമരുന്നുകളുടെ വ്യാപാരം വരും എന്നുള്ളത് സത്യമാണ്. എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അത്രയ്ക്ക് വലിയൊരു ഭീതിദായകമായ വിഷയത്തെ എന്താണ് നാം അഭിസംബോധന ചെയ്യുന്നത്? ഇന്നത്തെ സമൂഹം ഭയത്തോടും ഭീതിയോടും ശ്രദ്ധിക്കേണ്ട ഒരു ഗൗരവമായ വിഷയമാണിത്. ചെറിയ ക്ലാസ് മുതൽ വലിയ കലാശാലകൾ വരെ, ചെറിയവർ തൊട്ട് വലിയവർ വരെ ഒരുപോലെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് ലഹരി മരുന്നുകളുടെ ഉപയോഗം എന്ന് പറയുന്നത്. കണ്ണുകളെ പോലെ അതിന്റെ മധ്യവർത്തിയായി ഏജന്റന്മാരായി പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ സ്കൂളുകളിലും കോളേജുകളിലും പലയിടങ്ങളിൽ സമൂഹങ്ങളിൽ ഇവരുടെ കണ്ണികളായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. 2022 വടകരയിൽ ഒരു ഹൈസ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവിടുത്തെ സ്കൂൾ കബഡി ടീമിൽ അവൾ അംഗമാണ്. ഈ പെൺകുട്ടിയുടെ സ്റ്റാമിന വർദ്ധിക്കുവാൻ അവരുടെ കോച്ച് ശുപാർശ ചെയ്തതായി ഞാൻ വായിച്ചത് അല്പം ലഹരി മരുന്ന് ഉപയോഗിക്കുവാനാ. കാര്യങ്ങളുടെ കിടപ്പ് എവിടെയായിരിക്കുന്നു? ചെറിയ പെൺകുട്ടികൾ തൊട്ട് വലിയവർ വരെ, ചെറിയ സ്കൂൾ തൊട്ട് വലിയ കോളേജുകൾ വരെ, എന്തിനേറെ സമൂഹം ഒരുപോലെ ഭീതിയുടെ നടുവിലായിരിക്കുന്ന മാരകമായ, അപകടകരമായ, ഭീതിദായകമായ വിഷയമാണ് ഈ ലഹരി മരുന്നുകളുടെ ഉപയോഗം എന്ന് പറയുന്നത്. പഠിക്കുവാൻ കോളേജുകൾ വലിയ പ്രതീക്ഷയോടെ അയച്ച എത്രയെത്ര കുഞ്ഞുങ്ങൾ തകർന്നടിഞ്ഞ് സമൂഹത്തിൽ ഈ തിന്മയുടെ പിടിയിൽ അമർന്ന് ജീവിതം ആകെ താറുമാറായി, ലക്ഷ്യം തെറ്റി എത്രയോ കുടുംബങ്ങൾ ഇന്ന് കണ്ണുനീരിലായിരിക്കുന്നു. എത്രയോ മാതാപിതാക്കൾ എത്ര ഈ വിധ നിലയിൽ ദുഃഖത്തിലും സങ്കടങ്ങളിലും ആയിരിക്കുന്നു എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. ഇതിനെതിരെയാണ് ഞങ്ങൾ നൽകുന്ന ഈ സന്ദേശത്തിന്റെ പ്രസക്തി വ്യക്തമാക്കപ്പെടുന്നത്. ഞാൻ ഇത് പറയുമ്പോൾ ചില നാളുകൾക്ക് മുൻപ് ഇവിടെ ഞാൻ വായിച്ചതായ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് ശ്രദ്ധിക്കാൻ ഇടയായി തീർന്നത്. കാമുകനുമായി വലിയ ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു പെൺകുട്ടി ഈ കാമുകന്റെ പെൺ സുഹൃത്തുക്കളുമായി അല്പം വാക്കേറ്റമുണ്ടായി. ഒടുവിൽ ഈ പെൺകുട്ടി പാർത്തിരുന്ന അവിടെ ഹോസ്റ്റലിൽ ഈ കാമുകന്റെ പെൺ സുഹൃത്തുക്കളിൽ ഒരുത്തി വന്ന് ഇവളെ പുതിരം തല്ലി. ഇതിന്റെ ആഘാതം സഹിപ്പാനാകാതെ ഈ പെൺകുട്ടി ആകെ തകർന്നു. തീർന്നില്ല, ഉറക്കമില്ലാത്ത രാത്രികൾ, അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ഈ സ്ഥാനത്ത് ഉറങ്ങുവാനായി അവിടെ ഫ്രണ്ട് അവിടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശുപാർശ ചെയ്തത് മോർഫിൻ എന്ന മയക്കുമരുന്നിന്റെ ചെറിയ ഗുളികയാണ്. ഈ മോർഫിൻ എന്ന് പറയുന്ന മയക്കുമരുന്നിന്റെ ചെറിയ ഗുളിക കഴിച്ച് പിന്നീട് അത് ഇഞ്ചക്ഷനിലേക്ക് കടന്നു. ഈ മയക്കുമരുന്നുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് ആദ്യം ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത്. പിന്നാണ് ഇതിന്റെ വിപണിയിലുള്ള മൂല്യം മനസ്സിലാക്കുന്നത്. കയ്യിലുള്ള പണം മുഴുവൻ കൊടുത്തു. അവസാനം കാശില്ലാതെ വന്നപ്പോൾ ഹോസ്റ്റലിൽ ഫീസ് കൊടുക്കുവാൻ നിവൃത്തിയില്ലാതെ വന്നു. ആ പെൺകുട്ടിയെ ഇറക്കി വിട്ടു. ഈ ആൺ സുഹൃത്തുമായി പെയിൻ ഗസ്റ്റായി പുറത്ത് റൂം എടുത്ത് താമസിച്ച ഈ പെൺകുട്ടി പിന്നീട് സംഭവിച്ച വിഷയം എന്ന് പറയുന്നത് ലഹരിയുടെ ഉന്മാദ ലോകത്തിലേക്ക് ജീവിതത്തിന്റെ എല്ലാ മൂല്യങ്ങളും വലിച്ചെറിഞ്ഞ് ഈ പെൺകുട്ടി ആകമാനം തകർന്നടിഞ്ഞ ഒരു കാഴ്ചയാണ് കാണുവാനിടയായത്. ഒടുവിൽ കരുണാസായി എന്ന് പറയുന്ന ലഹരി വിമോചന കൗൺസിൽ സെന്ററിൽ ഈ പെൺകുട്ടിയെ അഭയം തേടി. ഇപ്പോൾ അവിടെ ഇതുപോലെ അനേക പെൺകുട്ടികൾ അവിടെയുണ്ട്. അവിടെ കൗൺസിലിങ്ങിന് വന്ന ഒരു വ്യക്തിയോട് അലറി വിളിച്ചുകൊണ്ട് ഈ പെൺകുട്ടി പറഞ്ഞ കഥനകഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ പെൺകുട്ടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു പെൺകുട്ടി അവിടെ മാന്യമായി
ലഹരിക്ക് വേണ്ടി പല പ്രാവശ്യം അത് അടിയറ വെച്ച ഒരു നശിച്ച ജന്മമാണ് ഞാന്. ഇനി ഞാൻ രക്ഷപ്പെട്ടിട്ട് എന്താണ് പ്രയോജനം? എന്റെ പ്രിയമുള്ളവരെ, ഞാനിത് പറയുന്നത് ശ്രദ്ധിക്കുക. ഇതങ്ങ് അകലെയുള്ള ഒരു കാര്യമല്ല, നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നടക്കുന്ന സംഭവമാണ്. വലിയ പ്രതീക്ഷയോട് പഠിക്കുവാനും ജോലിക്കുമൊക്കെയായി നമ്മുടെ കുഞ്ഞുങ്ങളെ നാം കോളേജുകളിൽ അയക്കുന്നു, സ്കൂളുകളിൽ അയക്കുന്നു, ജോലി സ്ഥലങ്ങളിലായിരിക്കുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു ഇൻസിഡന്റിൽ പെട്ട് അതിൽ നിന്ന് കരകയറുവാൻ കഴിയാതെ വരുമ്പോൾ പീർ പ്രഷറിൽ അകപ്പെട്ട് അഥവാ ഫ്രണ്ട്ഷിപ്പിൽ അകപ്പെട്ട് സ്നേഹിത ബന്ധത്തിൽ സൗഹൃദത്തോട് രസത്തിനെന്നും പറഞ്ഞ് ഉറങ്ങുവാൻ വേണ്ടി പഠിക്കുവാനുള്ള ഏകാഗ്രതയ്ക്കെന്ന് പറഞ്ഞ് ഒക്കെ തുടങ്ങുന്ന ചെറിയ തുടക്കമാണ് ലഹരിയുടെ തുടക്കം. ഒടുവിൽ രക്ഷപ്പെടുവാൻ കഴിയാതെ വിട്ടാലും വിടാത്ത കരിമ്പടക്കെട്ട് പോലെ ആകമാനം ആളിപ്പിടിക്കുന്ന വലിയ അപകടകരമായ കാഴ്ചയാണ് നാം ഇന്ന് കണ്ടുവരുന്നത്. എന്തിനേറെ എത്രയെത്ര കുഞ്ഞുങ്ങൾ ഈ നിലയിൽ തകർന്നടിയുന്നു, എത്രയെത്ര മാതാപിതാക്കൾ ദുഃഖത്തിലും കണ്ണുനീരിലുമായിരിക്കുന്നു. ഇവിടെ എന്ന സാക്ഷരത കുറവാണോ? ഇവിടെ എന്ന ദൈവവിശ്വാസം കുറവാണോ? ഇവിടെ എന്ന മതങ്ങൾക്ക് പഞ്ഞമുണ്ടോ? ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകർ കുറവാണോ? മതബോധന ക്ലാസുകൾ കുറവാണോ? എന്തിനേറെ സർക്കാർ തലത്തിലുള്ളതായ ഡി അഡിക്ഷൻ സെന്ററുകൾ, ലഹരി വിമോചന സെമിനാറുകൾ കുറവല്ല. അവർ ചെയ്യാവുന്നതിന് മാക്സിമം ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രവർത്തിപ്പാൻ കഴിയുന്നതിന് മാക്സിമം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏത് സർക്കാർ വന്നാലും ഇതൊക്കെ തന്നെ അവസ്ഥ. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ എന്താണ് മാറ്റം വരാത്തത്? പിന്നെ എന്താണ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമില്ലാത്തത്? എന്തുകൊണ്ടൊരു ശാന്തത ഉണ്ടാകുന്നില്ല? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം കണ്ട് ചികിത്സിക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം. കാര്യം എന്തെന്ന് അറിഞ്ഞ് ചികിത്സിക്കുന്നതിലാണ് ഫലപ്രാപ്തി എത്തുന്നത്. ഒരിക്കൽ ഞാൻ എവിടെ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വായിച്ചൊരു പുസ്തകം. അതിങ്ങനെയാണ്: ക്ലോക്ക് നിശ്ചലമായി എന്ന് മനസ്സിലാക്കിയ വീട്ടുടമ അതിന്റെ പെൻഡുലം ഊരി റിപ്പയറിങ്ങിന് കൊണ്ടുപോയ സ്ഥിതിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ സംഭവിച്ചതിന്റെ മോട്ടറിന്റെ തകരാർ മനസ്സിലാക്കുവാൻ കഴിയാതെ പെൻഡുലം ഊരി റിപ്പയറിങ്ങിന് കൊണ്ടുപോയത് കൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ? ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ ഇതാണ്. ലഹരി വിമോചന സന്ദേശ യാത്രകൾ നടത്തുന്നതിന്റെ പിന്നിൽ ഇതിന്റെ സെമിനാറുകൾ കുറവല്ല, ബോധവൽക്കരണ ക്ലാസുകൾ കുറവല്ല. പക്ഷെ പ്രശ്നം തീരുന്നില്ലല്ലോ, പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. എന്താണ് ഇതിന് പരിഹാരം? ഇതിനൊരു പരിഹാരമുണ്ടോ? ഇതിനൊരു പ്രതിവിധി ഉണ്ടോ? എന്താണ് സ്ഥായിയായ ഒരു പ്രതിവിധി? എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഏത് ദുഷ്ടതയിലേക്കും ഏത് അശുദ്ധിയിലേക്കും ഏത് പാപവടിയിലേക്കും ആ നിലയിലുള്ള തിന്മയുടെ സ്വാധീനം മനുഷ്യരിൽ പ്രവേശിക്കുവാൻ ഉണ്ടായതിന്റെ മൂലകാരണം എനിക്ക് മുൻപേ ഞങ്ങളുടെ പ്രിയ സഹോദരി ഓർപ്പിച്ചതുപോലെ മനുഷ്യൻ പാപിയാണെന്നുള്ളതാണ് സത്യം. മനുഷ്യനോടുള്ള സമീപനത്തിൽ മറ്റ് ഏതൊരു മതഗ്രന്ഥങ്ങളെക്കാൾ ഉത്തമമായ സ്ഥാനം പുലർത്തുന്ന വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പഠിപ്പിക്കുന്ന റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം: ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. മനുഷ്യൻ പാപിയാണ്. ഇന്ന് ലോകത്തിൽ കാണുന്നത് സകല തിന്മയുടെയും മൂല കാരണം മനുഷ്യന്റെ പാപമാണ്. ഏത് അശുദ്ധിയിലേക്കും ഏത് ദുഷ്ടതയിലേക്കും ഏത് ചതിയിലേക്കും ഏത് അപരസഞ്ചാരം നടത്തുവാനും മടിയില്ലാതെ മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും വിട്ടാലും വിടാത്ത നിലയിൽ മനുഷ്യൻ അടിമപ്പെടുന്നതിന്റെ പിന്നിലുള്ള കാരണം മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ്. അതിന് പ്രതിവിധി എന്തെന്ന് മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്നതിലൂടെ മാത്രമേ സമൂലമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കണ്ടക്ഷോഭം നടത്തുന്നത്. കാരണം ഇതാർക്കെങ്കിലും ഒരു പ്രയോജനം വരുന്നെങ്കിൽ, ഇതാർക്കെങ്കിലും ഒരു ഫലപ്രാപ്തിയിൽ എത്തിയെങ്കിൽ ഞങ്ങൾ ധന്യരായി. എന്റെ പ്രിയമുള്ളവരെ, ലഹരി വിമോചന കേരളം, ലഹരി വിമോചന ഭാരതം, ലഹരി വിമോചന ജീവിതം, ഇത് സമൂഹം ഇഷ്ടപ്പെടേണ്ട മുദ്രാവാക്യമായിരിക്കട്ടെ. ഇത് ജീവിതത്തിൽ മൂല്യമായി കണ്ട് ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അത് സംഭവിക്കണമെങ്കിൽ
ഈ തിന്മയുടെ വശീകരണത്തിലേക്ക് മനുഷ്യനെ പിടിക്കുന്ന അതിന് മൂല കാരണമായ പാപത്തിന് പരിഹാരമുണ്ടാകണം. ഞാൻ ഓർപ്പിച്ചല്ലോ, വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ വളരാത്തവരായി തീർന്നു. എന്താ പ്രതിവിധി? വിശുദ്ധ ബൈബിൾ വീണ്ടും പഠിപ്പിക്കുന്നു. തിമോഥെയോസിന്റെ 4 ലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. ഇതാണ് ഏക പ്രതിവിധി. എന്റെ സ്നേഹിതരെ, ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭക്തിയിൽ അധിഷ്ഠിതമായി മാതാപിതാക്കൾ കാണിച്ചു തന്ന ആചാരമര്യാദകൾ വിഘ്നം കൂടാതെ പ്രായോഗികമാക്കി മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞതിൽ കാര്യമില്ല. പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരമായി എന്താണ് സർവശക്തനായ ദൈവം പ്രതിവിധി കൽപ്പിച്ചിരിക്കുന്നത് എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാപിയായ മനുഷ്യന് ലോകത്തിന് പിതാവായ ദൈവം സമ്മാനിച്ച ഏറ്റവും വലിയ സമ്മാനം തന്റെ ഏകജാതനായ പുത്രനെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഈ താണലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിന്റെ പ്രസക്തി ഇവിടെയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്ന വിഷയം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പാടുന്ന പാട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. എന്താണ് കാരണം? മനുഷ്യന്റെ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ, മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, പാപത്തിനുള്ള ഏകവും പരിഹാരവുമായ പര്യാപ്ത മാർഗമായി ഈ താണലോകത്തിൽ യേശു വന്നു എന്ന് പറയുന്നത് അത് നിസ്സാരപ്പെട്ട ഒരു വസ്തുതയല്ല. ഇതൊരു ഊഹാഭോഗമല്ല, ഇതൊരു കെട്ടുകഥയല്ല, ഇത് ചരിത്ര സത്യമാണ്. 2000-ൽ പരം വർഷമായി മനുഷ്യവർഗത്തിന്റെ നാടിയക്കല്ലായി, മനുഷ്യവർഗത്തിന്റെ ഇടയിൽ മാറ്റുവാൻ കഴിയാത്ത അത്യുത്തമ സ്ഥാനമായി പരിലസിക്കുന്നത് നസ്രയനായ യേശുവാണ്. കാരണം മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, മനുഷ്യനെ അവന്റെ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, മനുഷ്യനെ അവന്റെ വിപത്തുകളിൽ നിന്ന് രക്ഷിക്കുവാൻ, അവന്റെ സങ്കടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ, അവന്റെ ആവശ്യങ്ങൾക്ക് തുണയായി, അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, അവന്റെ ആവശ്യങ്ങൾ ഇടപെടുന്ന കഴിവുള്ള, സഹായിപ്പാൻ കഴിവുള്ള ഏക മധ്യസ്ഥൻ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ പാപങ്ങളുടെ മോചകൻ, അവൻ പാപമോചനം എന്ന ശ്രേഷ്ഠാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. വിശുദ്ധ ബൈബിൾ വീണ്ടും പഠിപ്പിക്കുന്ന സത്യം ഇങ്ങനെയാണ്: യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ യേശുവിന്റെ മരണം 33.5 തിരുവയസ്സ് വരെ ഇവിടുന്ന് ജീവിച്ചു. കർത്താവായ യേശുവിന്റെ മരണത്തിന്റെ പവിത്രത എന്ന് പറയുന്നത്, പരിപാവനത എന്ന് പറയുന്നത് ലോകത്തിൽ ഒരു മഹാന്മാർക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത അത്ര ശ്രേഷ്ഠമാണ്, അത്ര ധന്യമാണ്. കാരണം അവിടുത്തെ ജീവിതമാണെങ്കിലും, അവിടുത്തെ ജനനമാണെങ്കിലും, അവിടുത്തെ പ്രവർത്തനമാണെങ്കിലും, മരണമാണെങ്കിലും, ഉത്ഥാനമാണെങ്കിലും അതിലെല്ലാം യേശു നിസ്തുല്യനാണ്. യേശുവിനെപ്പം പറയാൻ ലോകത്തിൽ ഒരവതാരമില്ല. യേശുവിനെപ്പം പറയാൻ ലോകത്തിൽ ഒരാരാധനമൂർത്തിയില്ല. സകലത്തിനും മീതെ പരമാധികാരിയായ സർവശക്തനായ യേശുവിന്റെ നാമത്തിന്റെ ശക്തി പാപത്തിന്റെ തിന്മയുടെ സ്വാധീനത്തിൽ അടിമപ്പെട്ട് ജീവിതത്തിൽ, സമൂഹത്തിൽ അറപ്പോട് വെറുപ്പോട് മനുഷ്യരെ മാറ്റി, ഭാര്യയിൽ നിന്നകറ്റി, ഭർത്താവിൽ നിന്നകറ്റി, കുടുംബ ബന്ധങ്ങളിൽ നിന്നകറ്റി, എന്തിനേറെ സകലത്തിന്റെ കാരണഭൂതനായ സൃഷ്ടിതാവായ മഹാദൈവത്തിൽ നിന്നകറ്റി തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് വശീകരിക്കുന്ന പാപത്തിന്റെ സ്വാധീന വലയങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ കാരണക്കാരനായി ഉലകത്തിൽ അവതരിച്ച ഒരേ ഒരു അവതാരം ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രയനായ യേശു. കർത്താവായ യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യന് തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് വിമോചനമുണ്ട്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ ധന്യനായ പൗലോസ് ശ്ലീഹ തിമോഥെയോസിന്റെ 4 ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നു:
ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി തന്നെ ജീവനെ മറുവിലയായി കൊടുത്ത കർത്താവായി യേശു ക്രിസ്തു തന്നെ ഉലകത്തിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി സർവേശ്വരൻ നൽകിയ രക്ഷയുടെ ഏക രക്ഷാ പദ്ധതി അത് കർത്താവായി യേശു ക്രിസ്തുവാണ്. പ്രിയമുള്ളവരെ, മറിയയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഉണ്ടായ ദൈവമല്ല യേശു, സകലത്തിനു മുൻപേ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. മറിയയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഉണ്ടായ ദൈവമല്ല എന്ന യേശു. ബൈബിൾ പഠിപ്പിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം കാലസമ്പൂർണതയിൽ ജഡാവതാരം എടുത്ത് ഈ ലോകത്തിലേക്ക് വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. മറിയയുടെ ഉദരത്തിൽ ഉരുവായപ്പോൾ ഉണ്ടായ ദൈവമല്ല യേശു. യേശു സകലത്തിന് മുൻപേ ഉണ്ടായിരുന്ന മഹാദൈവമാണ്. പിന്നെ എന്തിന് ജഡാവതാരം എടുത്തു? ഉത്തരം, മനുഷ്യനെ അവന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമാണ് അതിലൂടെ വ്യക്തമാക്കുന്നത്. വിശുദ്ധ ബൈബിൾ പ്രകാരം യോഹന്നാന്റെ സുവിശേഷത്തിൽ പഠിപ്പിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്നേഹിത, ഒരു ജാതിക്ക് വേണ്ടിയോ മതത്തിന് വേണ്ടിയോ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയോ ആയിരുന്നില്ല യേശുവിന്റെ മരണം. സകല ലോകത്തിനും വേണ്ടി, ജാതിക്കും മതത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതമായി സ്നേഹിക്കുന്ന യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ മരണം സകല ലോകത്തിനുമുള്ള ഏക രക്ഷാ പദ്ധതിയാണ്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു. ഇതിനിടയിൽ വേറെ ഒരു വിമോചന മാർഗമില്ല. ഡയറക്റ്റ് കർത്താവേ എന്ന പാപിയായ ഒരു മനുഷ്യൻ ഹൃദയംഗമായി അനുതാപത്തോട് നിലവിളിയോട്, യേശുവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ആര് ഹൃദയംഗമായി യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിച്ചിട്ടുണ്ട്. സ്നേഹിതരെ, ജീവിതത്തിൽ ആമേൻ ദുഃഖം പേറി വേദന പേറി എന്തിന് ജീവിക്കുന്നു? ഒരു ജീവക്ഷമമായി ആർക്കും വേണ്ട ഒരധികം പറ്റുപോലെ എല്ലാ പ്രതീക്ഷകളും തകർന്നടിഞ്ഞ് ജീവിതത്തിന് മുൻപിൽ മരണം മാത്രം പ്രതീക്ഷയോട് കണ്ട് മുന്നോട്ട് പോകുന്ന സ്നേഹിത, നിന്നോടാണ് ദൈവശബ്ദം. നീ മരിക്കുന്നത് കൊണ്ട് ആർക്കാണ് പ്രയോജനം? ഈ ജീവിതം കൊണ്ട് പിന്നെ എന്താണ് പ്രയോജനം? എന്നാൽ ഈ സന്ധിയിൽ ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചറിയിക്കുന്ന ഈ സന്ദേശത്തിലൂടെ ദൈവത്തിന് നിന്നോട് പറയാനുള്ള സന്ദേശം, നിന്റെ ജീവിതം ആവശ്യമുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. നീ ഒരു അധികപ്പറ്റല്ല. സ്നേഹിത, ആത്മഹത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരമല്ല. ആത്മഹത്യ ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടം മാത്രമാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. മരണാനന്തര ജീവിതം സത്യമാണ്. മരണം യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ മരണാനന്തര ജീവിതവും സത്യമാണ്. മരണത്തിനപ്പുറം ദൈവം മനുഷ്യന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന രണ്ട് വഴികളാണ്. അത് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം മരിച്ച ശേഷമല്ല, ജീവനോടിരിക്കുമ്പോഴാണ്. വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, വീതിയും വിശാലവുമുള്ള അനേകർ സഞ്ചരിക്കുന്ന ഒരു പാത. മറ്റൊരു പാതയെക്കുറിച്ച് യേശു പറഞ്ഞു, വളരെ ഇടുക്കവും ഞെരുക്കവുമുള്ള വളരെ ചുരുക്കം പേർ മാത്രം സഞ്ചരിക്കുന്ന പാത. ഈ സന്ധിയിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങളായിരിക്കുന്നത്. ഈ വഴികൾ ചെന്ന് ചേരുന്നത് ഇവിടെ വീതിയും വിശാലവും അനേകർ നടക്കുവാനുണ്ട്. ഇവിടെ തോളയിൽ കൈയിടാൻ ആളുണ്ട്, ഇവിടെ ജോലിയുണ്ട്, മാന്യമായ സ്ഥാനമുണ്ട്, സമൂഹത്തിൽ ഉന്നതമായ നിലയുണ്ട്, സ്നേഹിതരുണ്ട്, മറ്റുള്ളവർ ശ്രദ്ധിക്കത്തക്ക നിലയിൽ എല്ലാം ഉണ്ട്. എന്നാൽ ഓർക്കുക, നീ ഒരു പാപിയായി മരിച്ചാൽ ചെന്നു ചേരുന്നത് നിത്യം നരകത്തിലായിരിക്കും, നിത്യം നാശത്തിലായിരിക്കും. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരിക്കൽ ഗന്ധക തീപ്പൊയ്കയിലായിരിക്കും അന്ത്യം.
ഇവിടെ 60, 70, 80 വർഷം ജീവിക്കേണ്ടതിന് എന്ത് പാടുപെടുന്നു മനുഷ്യൻ. എന്നാൽ ഓർക്കുക, മരണശേഷം ഇറ്റേണൽ ലൈഫാണ്, നിത്യതയാണ്. നിത്യത അത് നരകത്തിലായാലും സ്വർഗത്തിലായാലും നിത്യതയാണ്. എന്നാൽ ഇടുക്കവും ഞെരുക്കവുമുള്ള വളരെ ചുരുക്കം പേർ മാത്രം കടന്നു പോകുന്നൊരു പാത യേശു പറഞ്ഞു. ആ പാത ചെന്ന് ചേരുന്നത് ഇവിടെ ഇടുക്കവും ഞെരുക്കവുമാണെങ്കിലും അത് ചെന്ന് ചേരുന്നത് സ്വർഗത്തിലേക്കാണ്, മോക്ഷത്തിലേക്കാണ്, ദൈവസവിതയാണ്. ജീവിതത്തിന്റെ സാക്ഷാത്തായ ഏതൊരു മനുഷ്യ ജീവിതത്തിന്റെയും ലക്ഷ്യസ്ഥാനത്തേക്കാണ് എത്തിച്ചേരുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു. സ്നേഹിത, ജീവിതത്തിന് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. എന്തിന് ജീവിതം പാഴാക്കണം? ജീവിതം നശിപ്പിക്കുവാനുള്ളതല്ല. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട്, ഭാര്യയ്ക്ക് വേണ്ടാതെ, മക്കൾക്ക് വേണ്ടാതെ, ആ സമൂഹത്തിന് വേണ്ടാതെ ഒരു ജീവച്ഛവമായി നീ അവസാനിക്കാനുള്ള വ്യക്തിയല്ല. നീ ദൈവത്തിന് പ്രിയമുള്ള വ്യക്തിയാണ്. കുഞ്ഞെ, നിന്റെ പഠിത്തം നശിച്ചു, നിന്റെ ഭാവി തുലഞ്ഞു, നിനക്കിനി മുന്നോട്ട് രക്ഷയില്ല, രക്ഷപ്പെടുവാനൊരു വഴിയില്ല എന്ന് വെച്ച് ഭാരപ്പെടുന്ന നിന്നോട് സംസാരിക്കുന്നു ദൈവം. ഇല്ല, യേശുവിലേക്ക് വരിക, യേശുവിന്റെ വചനത്തിന് ചെവി കൊടുക്കുക, യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുക, ആ ദൈവിക സമാധാന ഹൃദയത്തിൽ പ്രാപിക്കുക. നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കയില്ല. നിന്റെ ഇരുളടഞ്ഞ വഴികളിൽ ദൈവം വഴികളെ തുറക്കുവാൻ വിശ്വസ്തൻ. ഭാവി ശൂന്യമെന്ന് പറഞ്ഞ ഇടത്ത് പുതുവഴികളെ ഒരുക്കുവാൻ ദൈവം മതിയായവൻ. കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ വിളിച്ചു പറയുവാൻ കഴിയുന്ന, ഏകമായി വിളിച്ചു പറയാൻ കഴിയുന്ന സന്ദേശം മറ്റൊന്നുമല്ല. കർത്താവ് ജീവിതങ്ങളെ ഇന്നും രക്ഷിക്കുന്നു. മനുഷ്യരുടെ പാപാന്തകാരത്തിൽ നിന്ന്, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന്, ആ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യരെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ ഏകരക്ഷാ പദ്ധതി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്. യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ അല്ലാതെ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമില്ല. ആമേൻ. നിങ്ങൾ ഏതു ജാതിയിൽപ്പെട്ട വ്യക്തിയായാലും, ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായാലും, സ്നേഹിത, മനുഷ്യൻ എന്നതിൽ നാം എല്ലാവരും തുല്യരാണ്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ ആണും പെണ്ണുമെന്നല്ലാതെ ജാതിയും മതവും വർണ്ണവും വർഗവും ഇതൊക്കെ മനുഷ്യന്റെ വിഭാവനയാണ്. എന്നാൽ ഓർക്കുക, നാം എല്ലാവരും ദൈവത്തിന് വിലയേറിയവരാണ്. സകല മനുഷ്യർക്കും വേണ്ടിയാണ് യേശു മരിച്ചത്, ഒരു പ്രത്യേക വിഭാഗത്തിനല്ല. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടിയാണ് അങ്ങ് മരിച്ചത്, ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ ഒരു പൈതലാക്കി എന്നെ തീർക്കണമേ, എന്റെ പ്രശ്നത്തിൽ നീ എന്നെ രക്ഷിക്കണമേ, എന്നെ ഈ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ, ഈ ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്നാര് ഹൃദയംഗമായി യേശുവിനോട് പ്രാർത്ഥിക്കുമോ? പിടിച്ചാൽ വിടാത്ത കരിമ്പിടക്കെട്ട് പോലെ നിൽക്കുന്ന ആ തിന്മയുടെ പാശത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ യേശുവിൻ്റെ ശക്തി മതിയായതാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതം ക്ഷണികമാണ്, ഇത് വേഗം തീരും. എന്നാൽ സൃഷ്ടിതാവായ ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. എന്തിനീ ജീവിതം പാഴാക്കണം? സകല മാനവരാശിക്കും ദൈവം ഒരുക്കിയ രക്ഷാ പദ്ധതിയായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിതം ധന്യമാക്കി തീർക്കുവാൻ സർവേശ്വരൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്ന ഈ സന്ദേശത്തിൻ്റെ മുൻപിൽ നമ്മെ തന്നെ ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു നിമിഷം എല്ലാവരും ആ തലകളും അടക്കി കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ഒടുവിൽ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിക്കും. ടീം അംഗങ്ങളെല്ലാം മുന്നോട്ട് വന്ന് ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ട് പാടി നാം കർത്താവിനെ ഉയർത്തുന്ന നിമിഷങ്ങളാണ്. എന്നാൽ അതിനു മുൻപ് സ്നേഹിതരെ, ഇത്രയും സമയം ഞങ്ങളെ ശ്രദ്ധിച്ച ഈ മാന്യ ദേശത്തോട്, ദേശനിവാസികളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ലഹരി വിമുക്ത ഭാരതം, ലഹരി വിമുക്ത കേരളം, ലഹരി വിമുക്ത ജീവിതം, ഇതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. അതിന് സകല തിന്മയുടെ മൂലകാരണമായ പാപത്തിൻ്റെ പരിഹാരം അത് യേശുക്രിസ്തുവിലൂടെ മാത്രമാണെന്ന് മനസ്സിലായി യേശുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് യേശുവിനോട് പ്രാർത്ഥിപ്പാൻ
നിങ്ങളൊരു നിമിഷം തയ്യാറാകുമോ? സ്വർഗീയ പിതാവേ, ഈ വൈകിയ സമയം ഈ സന്ദേശം ശ്രവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നിരാശരായി, ലഹരിക്കടിമപ്പെട്ട് ആശയറ്റവരായി, എല്ലാ പ്രതീക്ഷകളും തകർന്നവരായി ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് കരുണ തോന്നണമേ. ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവരെ സ്വാധീനിക്കട്ടെ. യേശു ക്രിസ്തുവിലൂടെ ജീവരക്ഷ പ്രാപിച്ച് പാപപാശങ്ങളിൽ നിന്ന് വിമോചിതരായി ധന്യമായി ജീവിതം നയിപ്പാൻ എന്നെ കേൾക്കുന്ന ഏവർക്കും കൃപ നൽകണമേ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. യേശുനാമം അതിശയനാമം, ഏഴനിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴനിമ്പനാമം. തേടി ആയിടത്തിൽ വന്ന നാമം, തേടി ആയിടത്തിൽ വന്ന നാമം. പാവമറ്റ ജീവിതത്തിൽ മാതൃകയും കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. പാവമറ്റ ജീവിതത്തിൽ മാതൃകയും കാട്ടിത്തന്ന പാവനമ പുണ്യനാമം. യേശുനാമം അതിശയനാമം, ഏഴയിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴയിമ്പനാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാൻ എന്നിൽ കനിഞ്ഞ നാമം. അങ്ങനെന്ന വേലെടുത്ത് എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അങ്ങനെന്ന വേലെടുത്ത് എന്നേക്കുമായി മാച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. യേശുനാമം അതിശയനാമം, ഏഴയിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴയിമ്പനാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തൻ ശരണം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തൻ ശരണം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുൻപിൽ നല്ല ബദ്ധമുള്ള നാമം. എല്ലാ മുഴങ്ങാലും മടങ്ങിടും തിരുമുൻപിൽ നല്ല ബദ്ധമുള്ള നാമം. യേശുനാമം അതിശയനാമം, ഏഴയിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴയിമ്പനാമം. നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരുന്ന നാമം. നീതിയോടെ രാജ്യം ഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരുന്ന നാമം. നാടുവാഴികളാം തന്റെ സിദ്ധരുമായി ആവി സിംഹാസനത്തിൽ വാഴും നാമം. നാടുവാഴികളാം തന്റെ സിദ്ധരുമായി ആവി സിംഹാസനത്തിൽ വാഴും നാമം. ഓ യേശുനാമം അതിശയനാമം, ഏഴയിമ്പനാമം. യേശുനാമം അതിശയനാമം, ഏഴയിമ്പനാമം. യേശുനാമം
ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇപ്പോൾ സഭയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന ജോർജാനെ മുന്നോട്ട് വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അവിടുത്തെ വചനം കർത്താവെ ഈ ദേശത്ത് ഹല്ലേലൂയ കർത്താവെ പറഞ്ഞ കർത്താവെ അനേകർക്ക് കർത്താവെ ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഗോതമ്പ് പണി നിലത്ത് വീണ് ചാവുന്നില്ല എങ്കിൽ അത് തനിയിരിക്കും, ചത്താലോ അത് കൂടുതൽ ബലം കായ്ക്കുമെന്നുള്ള അവിടുത്തെ വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ ദേശത്ത് വിതയ്ക്കപ്പെട്ട വിത്തുകളെല്ലാം 100 മേനി ആയിട്ട് വിളയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. കേട്ട ഹൃദയങ്ങളെയെല്ലാം കർത്താവെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമാറാകണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ ജനങ്ങളും കർത്താവിൻ്റെ ഈ രക്ഷയെന്തെന്ന് മനസ്സിലാക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കേട്ട വചനങ്ങളെല്ലാം കർത്താവെ അനേകർക്ക് പ്രയോജനപ്പെടുവാൻ കർത്താവെ ഈ ദേശം വിടുവിക്കപ്പെടുവാൻ കർത്താവെ സ്വർഗം അവിടുന്ന് ഇടവരുത്തുമാറാക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണെന്ന്. ഈ ദേശത്തെ കർത്താവിൻ്റെ നാമത്തിനടിയങ്ങൾ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അനേകരെ രക്ഷപ്പെടുവാൻ കർത്താവെ അടിയങ്ങളുടെ വചനം അവിടെ നിന്ന് വിതയ്ക്കപ്പെട്ട വചനങ്ങളെല്ലാം കർത്താവെ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ, അനേകർ രക്ഷിക്കപ്പെടുവാൻ, അനേകർ ദൈവത്തിൻ്റെ സ്നേഹത്തെ അറിഞ്ഞ് കർത്താവെ അതിലേക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് അടിയങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ എല്ലാ അനുഗ്രഹത്താലും അടിയങ്ങൾ ജനത്തെ അവിടുന്ന് അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ശുശ്രൂഷിച്ച ദൈവദാസന്മാരെ ഹല്ലേലൂയ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയ ദാസിക്കായിട്ട് സ്തോത്രം. ശുശ്രൂഷിച്ച ദൈവസാധിയെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ അനുഗ്രഹത്തോടെ അടിയങ്ങളെ അയക്കണം. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. യേശു ക്രിസ്തു പാപികളെ, യേശു ക്രിസ്തു പാപികളെ, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാകുന്നു, യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാകുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ സഹായിക്കുന്നു, യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ സന്ദർശിക്കുന്നു, യേശു ക്രിസ്തു രാജാതി രാജാവ്, യേശു ക്രിസ്തു രാജാതി രാജാവ്, അഖില ലോക രക്ഷിതാവ് ഈശോ മിശിഹായിക്ക്, അഖില ലോക രക്ഷിതാവ് ഈശോ മിശിഹായിക്ക്, വന്നവനും വരുവാനിരിക്കുന്നവനുമായ ഈശോ മിശിഹായിക്ക്, വന്നവനും വരുവാനിരിക്കുന്നവനുമായ ഈശോ മിശിഹായിക്ക്. ആമേൻ. കർത്താവായ യേശുവേ വരണമേ, ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കൂട്ടായ്മയ്ക്കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോട് തലമുണക്ക് ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വചനം കേട്ട ഈ ദേശത്തോട് പ്രിയപ്പെട്ടവരോട് ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങി വരവരുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.